ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വരും. മഞ്ജു ഭയങ്കര മൂഡ് ഓഫ് ആയിട്ടിരിക്കും. ഞാൻ ചെന്നിട്ട് മഞ്ജുവിനെ ഒന്ന് എൻകറേജ് ചെയ്ത് വിടലാണ്. ഹാപ്പി ആവും എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ക്യാമറയുടെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ മഞ്ജു വേറൊരാളാണ്. ഗിരീഷ് ആദ്യം 2 വരിയാണ് എഴുതിയത്. ആ വരിയാണ് ആരും കൊതിക്കുന്ന ഒരാൾ വന്ന് ചേരുമെന്ന് ആരോ സ്വകാര്യം പറഞ്ഞതാണോ എന്നാണ് എഴുതിയത്. പിന്നെ പറഞ്ഞതാവാമെന്ന് പിന്നെ പടത്തിൽ നമ്മൾ മാറ്റിയതാണ്. മഞ്ജു കഴുതല പുറത്ത് കയറിയിട്ട് വരുന്നുണ്ട്, ചേരാൻ കളിയാക്കുന്നൊരു സീനുണ്ട്. അപ്പോൾ ഈ കഴുതനെ കൊണ്ടുവന്ന് ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് ഒരു കഴുതനെ കൊണ്ടുവന്നിട്ട് ഈ കഴുത ഇങ്ങോട്ട് വിളിക്കുമ്പോൾ അങ്ങോട്ട് പോകും, അങ്ങോട്ട് വിളിക്കുമ്പോൾ ഇങ്ങോട്ട് പോകും. അങ്ങനത്തെ ഒരു കഴുതയായിരുന്നു. ഓരോ സിനിമകളും നമുക്ക് ഒരുപാട് ഓർമ്മകൾ സമ്മാനിക്കും. അത് രസകരമായ ഓർമ്മകളായിരിക്കും, അതല്ലെങ്കിൽ എന്നും നമ്മൾ വീണ്ടും പിന്നെയും സംസാരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ഓർമ്മകളുണ്ടാവും. ടോയ്ലറ്റായിട്ട് സ്റ്റേഷൻ മാസ്റ്റർ റൂമുകൾ ഉപയോഗിക്കുക. അപ്പോൾ അത് ഫ്ലഷ് ചെയ്യാനൊന്നും സ്ഥലമില്ലാത്തതുകൊണ്ട് ഈ ബോട്ടിലിൽ മൂത്രമൊഴിച്ചിട്ട് അത് കോർണറിൽ വയ്ക്കും. എന്നിട്ട് പോണ സമയത്ത് എടുത്തുകൊണ്ട് കളയാമെന്നുള്ളതാണ് ഉദ്ദേശം. കാരണം ആൾക്കാരുള്ളതുകൊണ്ട് അങ്ങനെ ചെയ്യാനേ പറ്റുള്ളൂ. പ്രണയ സിനിമയുടെ ഒരു ലാബലിലേക്ക് ഞാൻ മാറ്റപ്പെട്ടിട്ടുണ്ടായിരുന്നു. അറിയാതെ അങ്ങനെ ഒരു ലാബലിൽ ഒരു സംവിധായകം എന്നുള്ള രീതിയിലായിട്ടുണ്ട്. എനിക്കും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ജോണർ തന്നെയാണത്. റെയിൽവേ സ്റ്റേഷനിലും ട്രെയിനിൻ്റെ ഷൂട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ അനുഭവമായിരുന്നു. കാരണം വെച്ചാൽ ട്രെയിൻ നമ്മുടെ ഒരു കളിപ്പാട്ടം പോലെ നമ്മുടെ കയ്യിൽ കിട്ടുക, ഷൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. പൂർവ്വ ജന്മത്തിലെ വൈരാഗ്യമാണ് ഇത് കാണിക്കണമെന്ന് പറഞ്ഞിട്ട് മഞ്ജുവിനെ അന്ന് കളിയാക്കി. ഇതൊക്കെ ഇന്നിപ്പോൾ പറയുമ്പോൾ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിൻ്റെ കാലത്ത് ഇതൊക്കെ വലിയ പ്രശ്നമാണ് പറയുന്നത്. നമസ്കാരം. എൻ്റെ സിനിമാ യാത്രയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കൃഷ്ണകുടിയിൽ ഒരു പ്രണയകാലത്ത് എനിക്ക് ഒരുപാട് ഓർമ്മകളുള്ള, അതിമനോഹരമായ പാട്ടുകളുള്ള, അതിലുപരിയായിട്ട് അതിമനോഹരമായ വിഷ്വൽസും എൻ്റെ ഒരു കരിയറിൽ തന്നെ എന്നും ഓർക്കാൻ ഇഷ്ടമുള്ള ഒരു സിനിമയാണ് കൃഷ്ണകുടിയിൽ ഒരു പ്രണയകാലത്ത്. അതിൻ്റെ കഥ രഞ്ജിത്തിൻ്റെയാണ്. രഞ്ജിത്തിൻ്റെ കഥ എന്ന് പറയുമ്പോൾ അത് ഞങ്ങൾ വേറൊരു പ്രോജക്റ്റായിട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ച് രഞ്ജിത്ത് സ്ക്രിപ്റ്റ് എഴുതാൻ വേണ്ടി ഇരുന്ന ഒരു സബ്ജക്റ്റായിരുന്നു അത് KTCക്ക് വേണ്ടിയിട്ടായിരുന്നു. PV ഗംഗാധരനായിരുന്നു എൻ്റെ നിർമ്മാതാവായിട്ട് ആദ്യം ഉണ്ടായിരുന്നത്. അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. KTCക്ക് വേണ്ടി ഞാൻ പിന്നീട് പടവും ചെയ്തിട്ടില്ല. ആ സമയത്ത് ആലോചനകളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു സിനിമ ചെയ്യാനായിട്ട്. അപ്പോൾ അതൊരു മിലിറ്ററി ബാക്ക്ഗ്രൗണ്ടിലായിരുന്നു ആദ്യം ആലോചിച്ചുകൊണ്ടിരുന്നത്. അതിനനുസരിച്ച് ഒരു മിലിറ്ററി ഓഫീസർ ഒരു പെൺകുട്ടിയെ അവിടെ വെച്ച് കാണുന്നു. പക്ഷേ ആ പെൺകുട്ടിയുടെ പാസ്റ്റിൽ ആൾക്കുണ്ടായിരുന്ന ചില പ്രശ്നങ്ങൾ കാരണം ഇയാളുടെ ഇഷ്ടം അവൾ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. അങ്ങനെ പോകുന്ന മിലിറ്ററി ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു കഥയായിരുന്നു രഞ്ജിത്ത് എന്നോട് പറഞ്ഞിരുന്നത്. പക്ഷേ ഞങ്ങളത് സ്ക്രിപ്റ്റൊക്കെ വർക്ക് ചെയ്തപ്പോൾ പല കാരണങ്ങളാൽ അത് നീണ്ടുപോയി. പ്രോപ്പറായിട്ടൊരു ആക്ടറിലേക്ക് എത്താൻ പറ്റിയില്ല. മോഹൻലാലിലേക്കാണ് അത് ഉദ്ദേശിച്ചത്. അപ്പോൾ ആ സമയത്ത് ലാലിൻ്റെ ഡേറ്റിൻ്റെയൊക്കെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് അതിലേക്ക് എത്തിയില്ല. ഇതിനിടയിൽ രഞ്ജിത്ത് വേറെ സിനിമ എഴുതാനായിട്ട് പോയി. രഞ്ജിത്ത് അതിൻ്റെ തിരക്കിൽപ്പെട്ട് 6-ാം തമ്പുരാൻ എന്ന് പറയുന്ന രഞ്ജിത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിനിമ, അതിൻ്റെ കഥാ ഡിസ്കഷനും അതിൻ്റെ എഴുത്തുമൊക്കെ ആയിട്ട് രഞ്ജിത്ത് അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ രഞ്ജിത്ത് ഫ്രീ ആയില്ല. അപ്പോൾ ആ പ്രോജക്റ്റ് അങ്ങ് നടക്കാതെ പോയി. അങ്ങനെ ഞാൻ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഗുഡ് നൈറ്റ് മോഹൻ, അദ്ദേഹം നമുക്കെല്ലാവർക്കും അറിയാം, ഒരുപാട് ഹിറ്റ് സിനിമകൾ നിർമ്മിച്ചിട്ടുള്ള പ്രൊഡ്യൂസറാണ്. കിലുക്കം പോലെയുള്ള വലിയ ഹിറ്റ് സിനിമകളുടെ നിർമ്മാതാവാണ് ഗുഡ് നൈറ്റ് മോഹൻ. ഷോഗൻ എന്നുള്ള ബാനറിൽ ഒരു സിനിമ ചെയ്യണമെന്ന് പറഞ്ഞ് ഗുഡ് നൈറ്റ് മോഹനും അദ്ദേഹത്തിൻ്റെ ബ്രദർ രാജുവും എൻ്റെ അടുത്ത് വരിക. രാജുവാണ് എൻ്റെ അടുത്ത് സംസാരിക്കാനൊക്കെ വന്നത്. അപ്പം ഞാൻ രാജുവിൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ ഒരു സബ്ജക്റ്റ് ഞാനും രഞ്ജിത്തും കൂടിയും ആലോചിച്ചിരുന്നു. രഞ്ജിത്താണ് അതിൻ്റെ കഥ. രഞ്ജിത്തിനെ തിരക്കഥ എഴുതാനായിട്ട് ഇപ്പോൾ എനിക്ക് കിട്ടുമെന്ന് എനിക്കറിയില്ല. അത് മിലിറ്ററി ബാക്ക്ഗ്രൗണ്ടിലാണ്. മിലിറ്ററി ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞപ്പോൾ കാശ്മീരൊക്കെ ഷൂട്ട് ചെയ്യണം. അപ്പോൾ അത് വലിയ കോസ്റ്റ് വരും. നമുക്ക് വേറെ ഏതെങ്കിലും ബാക്ക്ഗ്രൗണ്ടിലേക്ക് വേറെ കഥ ആലോചിക്കാൻ പറ്റുമോ എന്ന് എൻ്റെ അടുത്ത് രാജു ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാനിതിനിടയിൽ സ്വയം ആലോചിച്ചുകൊണ്ടിരുന്നായിരുന്നു. ആ കഥ വെച്ചിട്ട് തന്നെ വേറെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊരു റെയിൽവേ സ്റ്റേഷൻ്റെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് ഒരു സ്റ്റേഷൻ മാസ്റ്റർ, ഈ മിലിറ്ററി ഓഫീസർക്ക് പകരം സ്റ്റേഷൻ മാസ്റ്ററായിട്ട് ഈ പ്രധാന കഥാപാത്രത്തെ മാറ്റിക്കൊണ്ട് ട്രെയിനും ഒക്കെ വെച്ചിട്ട് അതിലൂടെ ഒരു പ്രണയം പറയുക, അങ്ങനെ ഒരു തോട്ട് എൻ്റെ മനസ്സിലുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടു. ഷോഗൻ, രാജുവിനും മോഹനും ഒക്കെ ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ കമല അത് എഴുതുക. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ തന്നെ എഴുതാം, കുഴപ്പമില്ല. അപ്പോൾ അവർ പറഞ്ഞു, കമല തന്നെ എഴുതൂ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ സ്ക്രിപ്റ്റ് എഴുതാം. അപ്പോൾ ഞാൻ രഞ്ജിത്തിനെ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ ഞാൻ ആ ബാക്ക്ഗ്രൗണ്ട് മാറ്റി ഒന്ന് പിടിക്കുകയാണ്, ക്യാരക്ടറിന് ഇങ്ങനെ മാറ്റുന്നുണ്ട്. അപ്പോൾ രഞ്ജി പറഞ്ഞു, ഓക്കെ, കമൽജിക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ കമൽ മുന്നോട്ട് പോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞാനത് എഴുതാനായിട്ടിരുന്നു. ഈ പുഴയും കടന്നതിന് ശേഷമാണ് ഈ കൃഷ്ണകുടിയിൽ വരുന്നത്. അപ്പോൾ പ്രണയകഥ തന്നെയാണ് എന്നിൽ നിന്ന് ഇവരും ആഗ്രഹിച്ചത്, പ്രൊഡ്യൂസേഴ്സും. അതുപോലെ തന്നെ ഒരു പ്രണയ സിനിമയുടെ ഒരു ലാബലിലേക്ക് ഞാൻ മാറ്റപ്പെട്ടിട്ടുണ്ടായിരുന്നു. അറിയാതെ അങ്ങനെ ഒരു ലാബലിൽ ഒരു സംവിധായകം എന്നുള്ള രീതിയിലായിട്ടുണ്ട്. എനിക്കും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ജോണർ തന്നെയാണത്. അങ്ങനെയാണ് ആ രീതിയിൽ അപ്പോൾ ഞാൻ ആദ്യം ആലോചിച്ചപ്പോൾ ഈ കഥ നടക്കുന്നത് കേരളത്തിലാവരുത്, പുറത്തെവിടെയെങ്കിലും ആയിരിക്കണം, പുതിയൊരു ബാക്ക്ഗ്രൗണ്ടിലേക്ക്. അപ്പോൾ നോർത്തിലേക്ക് പോയി കഴിഞ്ഞ് ഷൂട്ട് ചെയ്യാനൊക്കെ വലിയ പാടാണ്. അപ്പോൾ ഹൈദരാബാദ് അല്ലെങ്കിൽ
തെലുങ്കാന, അന്ന് തെലുങ്കാനയല്ല, ആന്ധ്രാപ്രദേശ്. അപ്പോൾ അവിടെ എവിടെയെങ്കിലും കഥ നടക്കുന്നു എന്നുള്ള രീതിയിലാണ് ഞാൻ ആലോചിച്ച് തെലുങ്ക് സംസാരിക്കുന്നത്. അപ്പോൾ ഞാൻ വിദ്യാസാഗറിനെയാണ് മ്യൂസിക്കായിട്ട് ആദ്യമേ ആലോചിച്ചത്. അതിങ്ങനെ പ്രോഗ്രസ് ചെയ്ത് വരുമ്പോൾ വിദ്യാസാഗറിനെയാണ് മ്യൂസിക്. അതിന് തൊട്ട് മുമ്പുള്ള പടം ജോൺസൺ ആയിരുന്നു, പക്ഷേ വീണ്ടും വിദ്യാസാഗർ. അങ്ങനെ ഞാൻ പറഞ്ഞില്ല, ഓരോ കഥകൾ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് പറ്റുന്ന മ്യൂസിക് ഡയറക്ടറെയാണ് ഞാൻ പലപ്പോഴും ഉപയോഗിക്കാറ്. ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ കാര്യം. അങ്ങനെ വിദ്യയോട് ഞാൻ ഇങ്ങനെ ഫോണിലൂടെ സംസാരിച്ചു. ഇപ്പോൾ നിങ്ങളുടെ ലാംഗ്വേജിൽ ഉള്ള ബാക്ക്ഗ്രൗണ്ടിലാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പോൾ വിദ്യയുടെ കുറേ ഐഡിയാസൊക്കെ എവിടെയാണ് കഥ നടക്കേണ്ടത്. അപ്പോൾ ഒരു ഹിൽ സ്റ്റേഷൻ മറ്റേ ആന്ധ്രാപ്രദേശിൽ എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളി പറഞ്ഞ് വിശാഖപട്ടണത്തിൽ നിന്ന് ദൂരെ ഒരു സ്ഥലമൊക്കെ പറഞ്ഞു. അവിടെയൊക്കെ ഉണ്ടാവും. അവിടെ ഈ ഒക്ടോബർ മാസങ്ങളിലൊക്കെ നല്ല മഞ്ഞപ്പൂക്കളുണ്ടാവും. റെയിൽവേ ട്രാക്കിൻ്റെ പരിസരത്തൊക്കെ ഒരുപാട് മഞ്ഞപ്പൂക്കളുള്ള ഒരു സ്ഥലമുണ്ട്. ഏതൊരു ഗുഡിയാണ്, അതിൻ്റെ പേരെനിക്ക് അത്ര ഓർമ്മയില്ല. അങ്ങനെ ഒരു സ്ഥലമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വിദ്യ പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ ലൊക്കേഷൻ നോക്കാൻ വേണ്ടി ഞാനും പി സുകുമാറും ക്യാമറാമാൻ വിശാഖപട്ടണത്തിൽ നിന്ന് അവിടെ നിന്ന് 100-200 കിലോമീറ്റർ കാറിൽ ട്രാവൽ ചെയ്യണം. അങ്ങ് പോയി റെയിൽവേ സ്റ്റേഷനെ കണ്ടു. ഒരു ഭയങ്കര ബാരനായിട്ടുള്ള ഒരു റെയിൽവേ സ്റ്റേഷൻ കാര്യങ്ങൾ. പക്ഷേ ഞങ്ങൾ ചെന്ന സമയത്ത് സീസൺ തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവർ പറഞ്ഞ് 3 മാസം കൂടിയും കഴിയും പൂക്കളൊക്കെ വരാനായിട്ടുള്ളത്. കരിഞ്ഞ് ഉണങ്ങി കിടക്കുന്ന, നമുക്ക് ഒട്ടും റൊമാൻറ്റിക് അല്ലാത്ത ഒരു റെയിൽവേ സ്റ്റേഷനും പരിസരങ്ങളൊക്കെയാണ് നമുക്കുണ്ട്. അപ്പോൾ അത് നമുക്ക് ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തുടങ്ങിയിട്ട് ആന്ധ്രാപ്രദേശിൻ്റെ പല ഭാഗങ്ങളിലുള്ള റെയിൽവേ സ്റ്റേഷൻ, അതിനുശേഷം കർണാടകയിൽ വന്നു. കർണാടകയിൽ പല സ്ഥലത്തും റെയിൽവേ സ്റ്റേഷൻസ്, അങ്ങനെ പല റെയിൽവേ സ്റ്റേഷൻ നോക്കി. പിന്നെ ഊട്ടിയിൽ തന്നെ ഷൂട്ട് ചെയ്യേണ്ടി വരുമെന്നുള്ള ഒരു വിഷമമൊക്കെ തോന്നിയിരുന്നു. കാരണം ആ റെയിൽവേ സ്റ്റേഷൻ നമുക്കത്ര സുഖമായിട്ട് തോന്നുന്നില്ല. കാരണം പല സിനിമകളിലും ഒരുപാട് ഉപയോഗിച്ചിട്ടുള്ളതാണ്. പിന്നെ ഊട്ടിയാണെന്ന് കണ്ടാലും എല്ലാവർക്കും മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് ആ ട്രെയിനും അല്ല നമുക്ക് വേണ്ടത്, ലോങ് ഇതുള്ള ട്രെയിനാണ് വേണ്ടത്. അപ്പോൾ വേറെ ഏതാണെന്നുള്ള രീതിയിൽ ഇങ്ങനെ ട്രാവൽ ചെയ്ത് വരുമ്പോഴാണ് എൻ്റെ കൂടെ നേരത്തെ അസോസിയേറ്റായിട്ട് വർക്ക് ചെയ്ത പിന്നെ ഡയറക്ടറായി അക്ബർ ജോസ് എന്ന് പറഞ്ഞിട്ട്, അതിൽ ജോസ് എബി ജോസ് എന്ന് അങ്ങാടിപ്പുറത്താണ് താമസിക്കുന്നത്. അപ്പം ഞങ്ങൾ കോഴിക്കോടേക്കുള്ള യാത്രയാണ്. ആ ഭാഗത്തേക്ക് മംഗലാപുരം ഭാഗത്ത് എവിടെയെങ്കിലും സ്റ്റേഷൻ നോക്കാമെന്നുള്ള രീതിയിൽ വരണ വഴിക്ക് ഞങ്ങൾ പാലക്കാട് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് വരിക, കാറിൽ വരിക. അപ്പോൾ ജോസ് ഉണ്ടായിരുന്നു ഞങ്ങൾ അങ്ങാടിപ്പുറത്ത് റിസീവ് ചെയ്യാനായിട്ട്. ഞങ്ങൾ ജോസിനായിട്ട് വർത്തമാനം പറഞ്ഞ് ജോസിൻ്റെ വീട്ടിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചപ്പോൾ ജോസിനോട് ഞാൻ വെറുതെ ഇങ്ങനെ ചോദിച്ചാണ്, ഈ നിലമ്പൂർക്ക് പോകുന്ന റോഡുണ്ട്, ഷൊർണൂർ നിലമ്പൂർ ട്രാക്ക് ഉണ്ടല്ലോ, അവിടെ വല്ല നല്ല സ്റ്റേഷൻ ഉണ്ടാവും, നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അതിൽ ട്രാവൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അപ്പോൾ 2 മണിക്കേറ്റ 2:30 ഏറ്റ പോകുന്ന ഒരു ട്രെയിൻ ഉണ്ടെന്ന് പറഞ്ഞു, ഷൊർണൂരിൽ നിലമ്പൂർക്ക് പോകണം. എന്നാൽ നമുക്ക് ട്രെയിനിൽ തന്നെ പോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ ചെന്നു. അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കുറേ വലിയ മരങ്ങളൊക്കെ ഇങ്ങനെ വളർന്നിട്ട് ഇങ്ങനെ കൂടുമാരി നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നി, ഒരു കേരളത്തിൽ നിന്ന് വിട്ടിട്ട് വേറൊരു മൂടുണ്ട് ഈ സ്ഥലത്ത് നിന്ന് തോന്നി. പക്ഷേ സ്റ്റേഷൻ വളരെ ചെറിയ ഒരു പെട്ടിക്കട മാതിരിയുള്ള സ്റ്റേഷനാണ് അന്നുണ്ടായിരുന്നത്. എന്തായാലും നമുക്ക് ട്രെയിനിന് പോകുമെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് അങ്ങ് പോകുമ്പോൾ പല സ്റ്റേഷനും നോക്കി, മേലാറ്റൂർ അങ്ങനെ ഇങ്ങനെയൊക്കെ പോയി അവസാനം നിലമ്പൂർ ചെന്നു. നിലമ്പൂർ സ്റ്റേഷൻ്റെ പരിസരം അതിൽ അപ്പുറത്തൊക്കെ നല്ല രസമുണ്ട്, പക്ഷേ സ്റ്റേഷൻ്റെ പരിസരത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഫീല് കിട്ടുന്നില്ല. തിരിച്ച് ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് അങ്ങാടിപ്പുറം തന്നെ ഒന്നുകൂടി നോക്കിയാലോ എന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും അങ്ങാടിപ്പുറത്ത് വന്ന് ഞാനും സുഖപ്പോൾ ഒരു സന്ധ്യ ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങാടിപ്പുറത്ത് എത്തിയപ്പോൾ സന്ധ്യ എടുത്ത് ഞങ്ങളിങ്ങനെ നോക്കുമ്പോൾ ഈ മരമൊക്കെ ഇങ്ങനെ വളർന്ന് നിൽക്കുമ്പോൾ വേണമെങ്കിൽ നമുക്കൊരു ഹിൽ സ്റ്റേഷൻ എന്നൊക്കെ പറയാവുന്ന ഒരിതുണ്ട്. പക്ഷേ സ്റ്റേഷൻ നമുക്ക് പറ്റില്ല. അപ്പോൾ സ്റ്റേഷനൊന്നും വലുതാക്കണം, അത് സെറ്റ് ഇടേണ്ടി വരും. അപ്പോൾ അത് അത്ര പ്രായോഗികമായ കാര്യമല്ല, റെയിൽവേ സ്റ്റേഷനൊക്കെ സെറ്റ് ഇടാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ നമുക്ക് ശ്രമിക്കാം എന്ന് പറഞ്ഞ് ആർട്ട് ഡയറക്ടർ, അദ്ദേഹത്തോട് ബാവയാണ് ആർട്ട് ഡയറക്ടർ, ബാവയായിട്ട് സംസാരിച്ചു. ബാവർ നമുക്ക് നോക്കാം. പിന്നെ ഞങ്ങൾ പ്രൊഡ്യൂസറോട് സംസാരിച്ചു. അപ്പോൾ സെറ്റ് ഇടുക. അപ്പോൾ ഈ പെർമിഷൻസ് വലിയ പാടാണല്ലോ, ഈ റെയിൽവേ സ്റ്റേഷൻ പെർമിഷൻ കിട്ടാന്ന് വെച്ചാൽ വലിയ പാടാണ്. ട്രെയിൻ ഷൂട്ട് ചെയ്യണം, നമ്മൾ മിനിമം ഒരാഴ്ചയെങ്കിലും ട്രെയിൻ ഷൂട്ട് ചെയ്യണം, അതിൻ്റേതായ വലിയ ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷൊർണൂർ നിലമ്പൂർ പാത എന്ന് പറയണത് അന്ന് മീറ്റർ ഗേജാണ്. അപ്പോൾ മീറ്റർ ഗേജ് ആകെ ഒരു ട്രെയിനേ ഉള്ളൂ. രാവിലെ ഒരു പ്രാവശ്യം പോവും, പിന്നെ ഉച്ചയ്ക്ക് പോരും, വൈകിട്ട് തിരിച്ചു പോകും. അങ്ങനെ 3 പ്രാവശ്യം മാത്രം ഒറ്റ ട്രെയിൻ മാത്രമേ യാത്ര ചെയ്യുന്ന അല്ലെങ്കിൽ ഇത് ചെയ്യുന്ന ഒരു സ്റ്റേഷനും ട്രാക്കുമാണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് ഒരുപാട് സമയം കിട്ടും. ഏത് റെയിൽവേ സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് ട്രെയിനുകൾ പാസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് എളുപ്പത്തിൽ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. പെർമിഷൻ കിട്ടാനും ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞങ്ങൾ പെർമിഷൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച്, അപ്പോൾ അത് സദേൺ റെയിൽവേയായിട്ടൊക്കെ ബന്ധപ്പെട്ട് അതിന് ഒരുപാട് ഫോർമാലിറ്റീസ് ഉണ്ട്. ആ ഫോർമാലിറ്റീസൊക്കെ നടത്തി റെയിൽവേ സ്റ്റേഷൻ സെറ്റ് ഇടാനുള്ള പെർമിഷൻ ആദ്യം വാങ്ങിച്ചു. സെറ്റ് ഇട്ടു. സെറ്റ് ആ ഒരു ഹിൽ സ്റ്റേഷൻ്റെ ഒരു മൂടൊക്കെ ഉള്ള നല്ല രസം അത് സെറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ട്രെയിൻ വാടകയാണ് ഒരു ദിവസം. അന്ന് എനിക്ക് തോന്നുന്നു 1.25 ലക്ഷം രൂപ ഒരു ദിവസത്തെ വാടക. ട്രെയിൻ രാവിലെ വരും, നമുക്ക് വൈകുന്നേരം അവർ തിരിച്ചു പോകും.
വൈകിട്ട് നൈറ്റ് എങ്ങനെ ഷൂട്ടിങ്ങിന് വീണ്ടും പകുതി പൈസ കൊടുക്കണം. ഒരു 10 മണി വരെ അവർ തരും. അങ്ങനെയാണ് അതിൻ്റെ ഒരു ഇത്. അതിന് കൂടെ ലോക്കോ പൈലറ്റ് വരും, ബാക്കിയുള്ള സ്റ്റാഫൊക്കെ വരും. 5-6 സ്റ്റാഫ് ഉണ്ടാവും. അവർക്ക് നമ്മൾ വേറെ ബാറ്റായി കൊടുക്കണം. അങ്ങനെ ഒരുപാട് പൈസ ചിലവുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ ഈ ട്രെയിൻ എന്ന് പറഞ്ഞാൽ ബസ്സും കാറും പോലെ അല്ല, നമുക്ക് തോന്നലെടുത്തിട്ട് തിരിക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ വന്നു കഴിഞ്ഞാൽ ആ ട്രെയിൻ അവിടെ നിന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് അടുത്ത സ്റ്റേഷനിലും മേലാറ്റൂർ എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ ചെന്നിട്ട് എൻജിൻ എൻജിനും വേർപെടുത്തിയിട്ട് ഇപ്പുറത്ത് കൊണ്ടുവന്നിട്ട് എൻജിൻ വെച്ചിട്ടൊക്കെയാണ് തിരിച്ചു വരണമെങ്കിൽ. അതല്ലെങ്കിൽ റിവേഴ്സ് പോകണം, കുറേ ദൂരം റിവേഴ്സ് പോയിട്ട് വീണ്ടും ഷോട്ട് എടുക്കണം. ഇങ്ങനെ വലിയ ഇതില്ല. അപ്പോൾ ട്രാക്കിൽ വേറെ ട്രെയിനൊന്നും വരാത്തതുകൊണ്ട് തന്നെ നമുക്ക് കുറേ സമയത്ത് എങ്ങനെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രെയിൻ പാസിങ് വരണം എടുക്കും, അത് റീടേക്ക് വരികയാണെങ്കിൽ വീണ്ടും അത് റിവേഴ്സ് പോയി കുറേ സമയം എടുക്കും, എന്നിട്ട് വീണ്ടും വരും. അപ്പോൾ കുറച്ച് ആദ്യത്തെ ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴും നമ്മൾ റോട്ടിൽ കാറൊക്കെ ഓടിക്കുന്ന മാതിരിയാണ് ട്രെയിൻ. ആ ട്രെയിൻ അങ്ങോട്ട് വരട്ടെ ഇങ്ങോട്ട് വരട്ടെ, ഞാൻ അസിസ്റ്റൻ്റ് ഡയറക്ടേഴ്സിനെ വിളിച്ചിട്ട് പറയും ആ ട്രെയിൻ പെട്ടെന്ന് വരട്ടെ അങ്ങോട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആ രീതിയിലേക്കാണ് ഷൂട്ടിങ്. ഭയങ്കര രസമായിരുന്നു. റെയിൽവേ സ്റ്റേഷനിലും ട്രെയിനിൻ്റെ ഷൂട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ അനുഭവമായിരുന്നു. കാരണം വെച്ചാൽ ട്രെയിൻ നമ്മുടെ ഒരു കളിപ്പാട്ടം പോലെ നമ്മുടെ കയ്യിൽ കിട്ടുക ഷൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങൾ ആ സിനിമയുടെ പടത്തിൻ്റെ ക്ലൈമാക്സാണ് ആദ്യത്തെ ദിവസം ഷൂട്ട് ചെയ്യുന്നതാണ്. ആദ്യത്തെ 2 ദിവസം ഷൂട്ട് ചെയ്തത്. കാരണം ട്രെയിനിൽ പ്രധാനപ്പെട്ട സീക്വൻസ് എന്ന് പറഞ്ഞാൽ അതാണ്. ബാലേന്ദ്ര മേനോൻ, ബിജു മേനോൻ, ജയറാം, മഞ്ജു എല്ലാവരും അടങ്ങുന്ന കോമ്പിനേഷനാണ്. അപ്പോൾ അതും ഒരു വലിയ ടെൻഷനായിരുന്നു. കാരണം ആദ്യമേ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യുക, അതിൻ്റേതായ ടെൻഷനുണ്ട്. ട്രെയിനിൽ നിന്ന് അവസാനം മഞ്ജുവിനെ തള്ളിയിടുന്നതെന്നൊക്കെ പറയുന്ന സാധനങ്ങളാണ് ആദ്യത്തെ 2 ദിവസം ഷൂട്ട് ചെയ്യാൻ. അതിൻ്റെ ഒരു തമാശ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്തൊന്നും അങ്ങനെ ഷൂട്ടിംഗ് നടന്നിട്ടില്ല. പണ്ട് ഞാൻ ഗസൽ പെരിന്തൽമണ്ണയിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ അങ്ങാടിപ്പുറം ഭാഗത്തും അതിൻ്റെ മലപ്പുറം ജില്ലയിൽ തന്നെ സിനിമ ഷൂട്ടിംഗ് നടന്നിട്ടില്ല. അന്ന് ജയറാമും മഞ്ജു വാര്യരൊക്കെ വലിയ താരങ്ങളുമാണല്ലോ. ഞങ്ങൾ നോക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനപ്രവാഹമാണ്. രാവിലെ ഷൂട്ടിങ്ങിന് എന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെ നിന്നൊക്കെ ആൾക്കാർ, വലിയ തൃശ്ശൂർ പൂരത്തിനുള്ള അത്രയും ആളുണ്ടാവും. വലിയ തമാശ എന്ന് വെച്ച് കഴിഞ്ഞാൽ മലപ്പുറം ജില്ലയുടെ പല ഭാഗങ്ങളിൽ നിന്ന്, അതുപോലെ തന്നെ പാലക്കാട്, മണ്ണാർക്കാട് ഭാഗത്തു നിന്നൊക്കെ ഈ ട്രക്കറിലും ജീപ്പിലൊക്കെയാണ് ആൾക്കാർ വരുന്നത് ഷൂട്ടിംഗ് കാണാൻ. ഈ രാവിലെ വന്ന് ഷൂട്ടിങ്ങിന് ആൾക്കാർ വന്നിട്ട് റെയിൽവേ ട്രാക്കിൻ്റെ ചുറ്റും ഇങ്ങനെ നിൽക്കുക. നമുക്ക് ആളെ മാറ്റൽ തന്നെ വലിയൊരു പണിയാണ്. അതിൻ്റെ ഇടയിൽ ഏറ്റവും വലിയൊരു തമാശ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആദ്യം പറഞ്ഞില്ലേ ഈ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പെട്ടിക്കൂട് മാതിരിയുള്ളൊരു സംഭവമായിരുന്നു. ഒരു ചെറിയ പട്ടിക്കൂട് മാതിരി ഉണ്ടായിരുന്നു. ഞങ്ങളത് വലിയ സെറ്റ് ഒക്കെ ഇട്ടു. പക്ഷേ അതിൻ്റെ അകത്ത് ടോയ്ലറ്റ് ഇല്ല. ഞങ്ങളിത് ടോയ്ലറ്റ് സെറ്റ് ഇട്ടിട്ടില്ല. ഈ റെയിൽവേ സ്റ്റേഷനിലും ടോയ്ലറ്റ് ഇല്ല. അപ്പോൾ രാവിലെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കും ടോയ്ലറ്റിൽ പോകാനായിട്ട് ഒരു സൗകര്യമില്ല. അന്ന് ഈ ക്യാരവനൊന്നും ഇല്ലല്ലോ. ക്യാരവൻ സിനിമയിൽ വന്നു തുടങ്ങിയിട്ടില്ല, ആ സംസ്കാരം വന്നിട്ടില്ല. പിന്നെ പോകണമെന്നുണ്ടെങ്കിൽ ഹോട്ടലിലേക്ക് പോകണം. പെരിന്തൽമണ്ണയിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. അങ്ങോട്ട് പോയിട്ട് വേണം വരണമെങ്കിൽ. അത് ഈ ആൾക്കാരെ മുഴുവൻ മാറ്റിയിട്ട് ജയറാമിനൊക്കെ ഒന്ന് പോയിട്ട് ടോയ്ലറ്റൊക്കെ പോയി വരണമെങ്കിൽ 2 മണിക്കൂർ പോകും. സ്ത്രീകൾക്ക് പിന്നെ വേറെ മാർഗ്ഗമില്ല. അതുകൊണ്ട് മഞ്ജുവൊക്കെ പിന്നെ കാർ എടുത്തിട്ടൊക്കെ അവിടേക്ക് പോയിട്ട് വരും. അപ്പോൾ ജയറാം കണ്ടുപിടിച്ചൊരു രസകരമായ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒറിജിനൽ റെയിൽവേ സ്റ്റേഷൻ ഉണ്ടല്ലോ, അതിൻ്റെ അകത്ത് ചെറിയൊരു കടമാരിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, അതിൻ്റെ അടുത്ത് ചേർന്നിട്ട് സ്റ്റേഷൻ മാസ്റ്ററുടെ ഒരു മുറിയുണ്ട്. വളരെ ചെറിയൊരു മുറിയാണ് സ്റ്റേഷൻ മാസ്റ്റർ. അതിൻ്റെ അകത്ത് സ്റ്റേഷൻ മാസ്റ്റർ അതിൻ്റെ ഇടയ്ക്ക് കമ്പനിയായി ഞങ്ങൾ. സ്റ്റേഷൻ മാസ്റ്റർ അനുവാദത്തോടുകൂടി ഈ ബിസ്ലേരിയുടെ ബോട്ടിൽ, മിനറൽ വാട്ടറിൻ്റെ ബോട്ടിൽ, കാലിയായ ബോട്ടിൽ കൊണ്ട് വെച്ചിട്ട് ജയറാം ടോയ്ലറ്റായിട്ട് സ്റ്റേഷൻ മാസ്റ്റർ റൂമാണ് ഉപയോഗിക്കുക. അപ്പോൾ അത് ഫ്ലഷ് ചെയ്യാനൊന്നും സ്ഥലമില്ലാത്തതുകൊണ്ട് ഈ ബോട്ടിലിൽ മൂത്രമൊഴിച്ചിട്ട് അത് കോർണറിൽ വയ്ക്കും. എന്നിട്ട് പോണ സമയത്ത് എടുത്തുകൊണ്ട് കളയാമെന്നുള്ളതാണ് ഉദ്ദേശം. കാരണം ആൾക്കാരുള്ളതുകൊണ്ട് അങ്ങനെ ചെയ്യാനേ പറ്റുള്ളൂ. ഞാനൊക്കെ ഇടയ്ക്ക് അങ്ങനെ നടന്നൊക്കെ പോയി കുറേ ദൂരെ പോയിട്ട് ഇങ്ങനെ ഔട്ട്ഡോറിലൊക്കെ കാര്യം സാധിക്കും. പക്ഷേ ജയറാമിനെ പറ്റില്ല, ആൾക്കാർ പുറകെ വരുമല്ലോ. അപ്പോൾ ജയറാം ഇങ്ങനെ കുപ്പിയിൽ നിറച്ചിട്ട് ഇങ്ങനെ മാറ്റി വെക്കും. ഒരു ദിവസം ചെന്ന് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് സ്റ്റേഷൻ മാസ്റ്റർ ഇതെന്തോ വെച്ചിട്ട് എടുത്തിട്ട് ഗ്ലാസ്സിൽ ഒഴിക്കണതാണ് ജയറാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ജയറാം ഓടി പറന്നു വന്നിട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പിടിച്ച് വാങ്ങിയൊരു ചിത്രം ഉണ്ട്, മറക്കാൻ പറ്റില്ല. അത് ചിരിച്ചിട്ട് നമ്മൾ ഇത് സ്റ്റേഷൻ മാസ്റ്ററോട് പറയാനും പറ്റില്ല ഇതാണ് സാധനം എന്നുള്ളത്. അങ്ങനെയൊക്കെ രസകരമായിട്ടുണ്ട്. അപ്പോൾ ജയറാം എപ്പോഴും ഇപ്പോൾ കൃഷ്ണകുടിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഇൻസിഡൻറ്റ് പറഞ്ഞ് ചിരിക്കാറുണ്ട്. ഇങ്ങനെ മൂത്രമൊഴിക്കാനായിട്ട് സ്ഥലമില്ലാണ്ട് മലപ്പുറത്തുകാർ നമ്മളെ ഇട്ടിട്ട് സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിച്ച ഒരു കഥ എപ്പോഴും പറയും. അങ്ങനെയാണ് ഞങ്ങൾ അവിടെ റെയിൽവേ സ്റ്റേഷൻ ഷൂട്ട് ചെയ്തത്. ഇതിനിടയിൽ ഈ കൃഷ്ണകുടി എന്നുള്ള പേര് വന്ന ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ വിദ്യാസാഗറിനായിട്ട് പാട്ടിൻ്റെ കാര്യങ്ങളായിട്ടിരിക്കുന്ന സമയത്ത് വിദ്യാസാഗറിനോട് ഞാനിങ്ങനെ ആന്ധ്രാപ്രദേശിലെ കുറേ സ്ഥലങ്ങളുടെ പേര് പറയാൻ പറഞ്ഞു. അങ്ങനെ പുള്ളി പറഞ്ഞ ഒരു സ്ഥലത്ത് നിന്ന് ആണ് പെട്ടെന്ന് കുറേ പേരുകൾ പറഞ്ഞപ്പോഴാണ് ഈ കൃഷ്ണകുടി കേൾക്കാനൊരു ഇമ്പുണ്ട്. പിന്നെ പെട്ടെന്ന് എവിടെ വേണമെങ്കിലും ഉണ്ടാവും എന്ന് തോന്നുന്ന ഒരു സ്ഥലമാണ്. അങ്ങനെയാണ് കൃഷ്ണകുടി എന്നുള്ള ആ കഥ നടക്കുന്ന സ്ഥലത്തിന് ആ പേര് വരുന്നത്. പേരിടുന്നത് അങ്ങനെയാണ്. അതിലെ പാട്ടുകളെക്കുറിച്ച് പറയുമ്പോൾ, ഈ പുഴയും കടന്നതിന് ശേഷം വീണ്ടും ഗിരീഷ് പാട്ട് എഴുതുകയാണ് എനിക്ക് വേണ്ടിയിട്ട്. കൃഷ്ണകുടിയിലെ ഒരു പ്രണയകാലത്ത് ഞാൻ ഈ പുഴയും കടന്നതിൻ്റെ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു പേനയുടെ കഥ. ആ പേന ഇപ്പോഴും കൊണ്ട് നടക്കുന്നുണ്ട് ഗിരീഷ്. അപ്പോൾ കമ്പോസിങ്ങിന് വേണ്ടിയിട്ട് വന്ന് ചെന്നൈയിൽ തന്നെയാണ്. ചെന്നൈയിൽ ഷോഗൻ്റെ ഓഫീസുണ്ട്, അവരുടെ ഒരു ഗസ്റ്റ് ഹൗസാണ്. ആ ഗസ്റ്റ് ഹൗസിലാണ് കമ്പോസിങ്.
അവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഗിരീഷും വിദ്യാസാഗറൊക്കെ വന്ന്. അപ്പോൾ ആദ്യം ഈ പിന്നെയും എന്നുള്ള പാട്ട് 2 പ്രാവശ്യം പടത്തിൽ വരുന്നുണ്ട്. ഒന്ന് മെയിൽ വോയിസ് ഉണ്ട്, പിന്നെ ഒന്ന് ഫീമെയിൽ വോയിസ് ഉണ്ട്. ഇതിൻ്റെ സിറ്റുവേഷനൊക്കെ പറഞ്ഞ് ആദ്യം ഒരു ട്യൂണ് വിദ്യാസാഗർ ഇട്ട് അത് നമുക്ക് അത്ര അങ്ങോട്ടൊരു തൃപ്തി തോന്നിയില്ല ഞങ്ങൾക്ക് ആർക്കും. അപ്പോൾ നമുക്ക് വേറെ ഒരെണ്ണം പിടിക്കാമെന്ന് പറഞ്ഞപ്പോഴാണ് വിദ്യാസാഗർ പറഞ്ഞൊരു കവിത എഴുതി കിട്ടുകയാണെങ്കിൽ നമുക്കത് വെച്ച് നോക്കാമെന്ന് പറഞ്ഞു. ഗിരീഷ് ആദ്യം 2 വരിയാണ് എഴുതിയത്. ആ വരിയാണ് ആരും കൊതിക്കുന്ന ഒരാൾ വന്ന് ചേരുമെന്ന് ആരോ സ്വകാര്യം പറഞ്ഞതാണോ എന്നാണ് എഴുതിയത്. പിന്നെ പറഞ്ഞതാവാമെന്ന് പിന്നെ പടത്തിൽ നമ്മൾ മാറ്റിയതാണ്. ഇത് വെച്ചിട്ടാണ് ട്യൂണിട്ട് തുടങ്ങി. അതിനുശേഷമാണ് ബാക്കി വരികളൊക്കെ എഴുതിയത്. ബാക്കി വരികൾ എഴുതി വന്നപ്പോൾ ഈ 2 വരികൾ പാട്ടിൻ്റെ ഏറ്റവും അവസാനത്തേക്ക് നമ്മൾ മാറ്റുകയും ചെയ്തു. പിന്നെയും ആരോഗ്യനാവിൻ്റെ പടി കടന്നെത്തുന്ന പദനിസ്വനം എന്ന് പറഞ്ഞ പാട്ട് തുടങ്ങുന്നത് അങ്ങനെയാണ്. അത് വളരെ പോപ്പുലറായി. എനിക്ക് വളരെ പ്രിയപ്പെട്ടൊരു പാട്ടാണ്, എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു പാട്ടാണ്. ആ പാട്ട് ഉണ്ടായതിൻ്റെ ഒരു തമാശയുണ്ട്. അതായത് ഈ പാട്ട് അങ്ങനെ എഴുതി, ഞാൻ നേരത്തെ പറഞ്ഞ ആ പേന അപ്പോൾ എന്നോട് പറഞ്ഞ് ഈ പേന കൊണ്ടാണ് ഞാൻ എഴുതാൻ പോകണമെന്ന് പറഞ്ഞിട്ടാണ് ഈ കവിത ഗിരീഷ് എഴുതിയത്. പിന്നെ കാത്തിരിപ്പു കൺമണി എന്നുള്ള പാട്ട്, അതിലെല്ലാ പാട്ടുകളും നല്ല പാട്ടുകളായിരുന്നു. ഇത് കഴിഞ്ഞ് പാട്ട് റെക്കോർഡിങ്ങിന് അപ്പോൾ ദാസേട്ടനെ വിളിച്ചു. ഈ പാട്ട് ദാസേട്ടൻ പാടണം, ചിത്രയും പാടുന്നുണ്ട്. അപ്പോൾ ചിത്ര അവൈലബിളാണ്. ദാസേട്ടനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ ദാസേട്ടൻ പിറ്റേന്ന് അമേരിക്കയിൽ പോവാം. അപ്പോൾ അന്ന് ദാസേട്ടൻ സ്ഥിരമായിട്ട് അമേരിക്കയിൽ പോയാലും അവിടെ നിന്ന് പാടി അയക്കാറുണ്ടായിരുന്നു. അപ്പോൾ ദാസേട്ടൻ നാളെ പോകുന്നതുകൊണ്ട് തന്നെ വിദ്യാസാഗറിനോട് ദാസേട്ടൻ പറഞ്ഞു, മോനെ അങ്ങോട്ട് പാട്ട് അങ്ങോട്ട് അയച്ചാൽ മതി, ഞാനവിടെ നിന്ന് പാടി അയക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ വിദ്യാസാഗറിന് അതുപോലെ ദാസേട്ടൻ വന്ന് പാടണം എന്നുള്ളൊരു ഇതേ കഴിഞ്ഞപ്പോൾ ദാസേട്ടൻ പറഞ്ഞു, ഞാൻ രാവിലെ വരാം, എനിക്ക് ഉച്ചയ്ക്ക് ശേഷം പോകണം, പിന്നെ വൈകിട്ടാണ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ രാവിലേക്ക് നമുക്ക് ഓർക്കസ്ട്ര റെഡി ആവില്ല. വിദ്യാസാഗറിന് അതിൻ്റെ ടെൻഷൻ ഉണ്ടായിരുന്നു. പിറ്റേന്ന് രാവിലെ ഓർക്കസ്ട്രയൊക്കെ വന്നു, കമ്പോസിങ് മറ്റേ ഓർക്കസ്ട്രയുടെ ഇതിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ദാസേട്ടൻ പെട്ടെന്ന് കയറി വന്നു. അപ്പോൾ ഒന്നും ആയിട്ടില്ല, ഓർക്കസ്ട്ര ഒന്നും ആയിട്ടില്ല. ദാസേട്ടൻ വന്ന് പാടിയിട്ടില്ലെങ്കിൽ പിന്നെ ദാസേട്ടൻ പോകും, പിന്നെ ചെന്നൈയിൽ അമേരിക്കയിലേക്ക് അയച്ചു കൊടുക്കണം. അപ്പോൾ വിദ്യാസാഗറിനോട് പറഞ്ഞു ആ പാട്ട് മോനെ റെഡി എന്നൊക്കെ പറഞ്ഞിട്ട് ദാസേട്ടൻ കയറി വന്ന്. അപ്പോൾ ഗിരീഷ് പുത്തഞ്ചേരി ഇല്ല, ഞാനാണ് ലിറിക്ക് ദാസേട്ടന് കൊടുക്കുന്നത്. പിന്നെയും ദാസേട്ടൻ ലിറിക്ക് കൊടുത്ത് ദാസേട്ടൻ ആ പാട്ട് ലിറിക്കൊക്കെ എഴുതിയെടുത്ത് കഴിഞ്ഞപ്പോൾ വിദ്യാസാഗറും എല്ലാം എടുത്ത് തന്നിട്ട് പറഞ്ഞു, ദാസേട്ട ഓർക്കസ്ട്ര നമ്മൾ കമ്പോസിങ് ആരംഭിക്കുന്നുള്ളൂ, ഒരു ഈവനിങ് ആവും, അപ്പോൾ എന്താ ചെയ്യാൻ മോനെ? അല്ല ഓർക്കസ്ട്ര ഇല്ലാണ്ട് ദാസേട്ടന് പാടാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഒന്നും ആയിട്ടില്ലേ മോനെ, ഒന്നും ആയിട്ടില്ല എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യും, ക്ലിക്ക് ഇട്ട് ഇടാൻ പറഞ്ഞു. ക്ലിക്ക് ഇട്ട് ഞാൻ പാടാമെന്ന് പറഞ്ഞു. ക്ലിക്ക് എന്ന് പറഞ്ഞാൽ ടിക്ക് 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 അത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ഉണ്ടാവില്ല. ആ ടിക്കാണ് അതിൻ്റെ താളം, ആ ശ്രുതി പിടിച്ചിട്ടാണ്. അതിന് മീറ്റർ എന്ന് പറയില്ല നമുക്ക്, എൻ്റെ സംഗീതത്തിൽ അതാണ് പറയാം. അപ്പോൾ അങ്ങനെ ക്ലിക്ക് ഇട്ടിട്ടാണ് ദാസേട്ടൻ ആ പിന്നെയും എന്നുള്ള പാട്ട് പാടിയത്. ഇപ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ അത്ഭുതം തോന്നും. കാരണം ദാസേട്ടൻ പാടിക്കഴിഞ്ഞ ആ ശബ്ദവും ആ പാട്ടിൻ്റെ ഒരു മാധുര്യമൊക്കെ കാരണം നമ്മളെ സംബന്ധിച്ചോളം ദാസേട്ടൻ പാട്ട് നന്നായിട്ട് ഇഷ്ടപ്പെട്ട് ദാസേട്ടൻ പാടി പോവുകയും ചെയ്തു. പക്ഷേ വിദ്യാസാഗർ പറഞ്ഞു എനിക്കത് അനുഗ്രഹമായി. കാരണം അങ്ങനെ ദാസേട്ടൻ പാടിയതുകൊണ്ട് അതിൻ്റെ ഓർക്കസ്ട്രേഷൻ എന്താണെന്നുള്ളതിനെക്കുറിച്ച് എനിക്കൊരു കൃത്യമായ ഒരു ചിത്രം കിട്ടി. അങ്ങനെ ദാസേട്ടൻ്റെ വോയിസ് വെച്ചിട്ടാണ് അതിന് കംപ്ലീറ്റ് ബാക്ക്ഗ്രൗണ്ട് ചെയ്തെന്നുള്ളതാണ്. BGM കംപ്ലീറ്റ് ചെയ്ത് ട്രെയിനിൻ്റെ താളവും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് അതിൽ ചെയ്തത്. പിന്നെ അതിൻ്റെ കംപ്ലീറ്റ് ബാക്ക്ഗ്രൗണ്ട് മാറ്റിയിട്ടാണ് ചിത്ര വീണ്ടും ആ പാട്ട് പാടിയത് പിന്നെയും. അതുപോലെ കാത്തിരിപ്പ് എന്നുള്ളത് ട്രെയിനിൻ്റെ താളവും ആ സിനിമയുടെ കഥയായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ആ പാട്ടും കിടക്കുന്നത്. ആ പാട്ട് അതിലെ പാട്ടുകളെല്ലാം നല്ല ഹിറ്റുകളായും ചെയ്തു. കൃഷ്ണകുടിയുടെ സമയത്ത് ഈ പറഞ്ഞ മാതിരി ഷൂട്ടിംഗ് സമയത്ത് കുറേ പിരിമുറുക്കങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം മഞ്ജുവിൻ്റെ ചില ഫാമിലി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ ഡീറ്റെയിലേക്ക് പോകുന്നില്ല. അപ്പോൾ മഞ്ജു എല്ലാ ദിവസവും ഭയങ്കര ടെൻഷനിലാണ് ഷൂട്ടിങ്ങിൽ. അപ്പോൾ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വരും, മഞ്ജു ഭയങ്കര മൂഡ് ഓഫ് ആയിട്ടിരിക്കും. ഞാൻ ചെന്നിട്ട് മഞ്ജുവിനെ ഒന്ന് എൻകറേജ് ചെയ്ത് വിടലാണ്, ഹാപ്പി ആവും എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ക്യാമറയുടെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ മഞ്ജു വേറൊരാളാണ്, മനസ്സിലായില്ല. മഞ്ജു വളരെ ഹാപ്പിയായി. പ്രത്യേകിച്ച് ആ പാട്ടിലും ആ ക്യാരക്ടറൊക്കെ ആവാൻ വേണ്ടിയിട്ട് ഒരുപാട്. അതിനകത്തൊരു രസകരമായ സംഭവം എന്ന് വെച്ചാൽ ആ കഴുതപ്പുറത്ത് വരുന്ന ഒരു സീനുണ്ടല്ലോ, മഞ്ജു കഴുതയുടെ പുറത്ത് കയറിയിട്ട് വരുന്നുണ്ട്, ചേരാൻ കളിയാക്കുന്നൊരു സീനുണ്ട്. അപ്പോൾ ഈ കഴുതനെ കൊണ്ടുവന്ന് ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് ഒരു കഴുതനെ കൊണ്ടുവന്നിട്ട് ഈ കഴുത ഇങ്ങോട്ട് വിളിക്കുമ്പോൾ അങ്ങോട്ട് പോകും, അങ്ങോട്ട് വിളിക്കുമ്പോൾ ഇങ്ങോട്ട് പോകും, അങ്ങനത്തെ ഒരു കഴുതയായിരുന്നു. ഇതിൻ്റെ പുറത്ത് കയറാമെന്ന് പറഞ്ഞ് വലിയൊരു അഭ്യാസമായിരുന്നു. അപ്പോൾ അന്ന് കൊണ്ട് നിർത്തിയിട്ട് മഞ്ജുവിനോട് അതിൻ്റെ അകത്ത് മേളിൽ കയറാൻ പറഞ്ഞ് മഞ്ജു കഴുതനെ എടുത്ത് തരുമ്പോൾ കഴുത ഒരു തരം ഭീകര ജീവിയെ കാണുന്ന വരെയാണ് മഞ്ജുവിനെ നോക്കിയിട്ട് ഒച്ച വെള്ളമൊക്കെ ഉണ്ടാക്കിയിട്ട് ഓടിപ്പോയി കളയും. അങ്ങനെ നമ്മൾ വീണ്ടും വിളിച്ചുകൊണ്ടുവരും, വീണ്ടും മഞ്ജു അടുത്തെത്തുമ്പോൾ ഓടിപ്പോവും, കഴുത ഓടിപ്പോവും. എന്തോ അപ്പം ഞാൻ ജയറാം തമാശക്ക് പറഞ്ഞു കഴിഞ്ഞ ജന്മത്തിൽ മഞ്ജു കഴുതയായിരുന്നു എന്ന് തോന്നുന്നത്. കാരണം പൂർവ്വ ജന്മത്തിലെ വൈരാഗ്യമാണ് ഇത് കാണിക്കണമെന്ന് പറഞ്ഞിട്ട് മഞ്ജുവിനെ അന്ന് കളിയാക്കി. ഇതൊക്കെ ഇന്നിപ്പോൾ പറയുമ്പോൾ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിൻ്റെ കാലത്ത് ഇതൊക്കെ വലിയ പ്രശ്നമാണ് പറയുന്നതെങ്കിലും ജയറാമിൻ്റെ ചില രസകരമായ വർത്തമാനങ്ങളൊക്കെ ഉണ്ടല്ലോ. പിന്നെ ഈ കഴുതനെ പിടിച്ചു വെച്ചിട്ട് ഞങ്ങളൊരു 5-6 പേരെ കൊണ്ട് പിടിപ്പിച്ചു, നമ്മുടെ യൂണിറ്റിലെ പിള്ളേരെ കൊണ്ട് പിടിപ്പിച്ചിട്ടാണ് ഈ മഞ്ജുവിനെ ഇതിൻ്റെ പുറത്ത് കയറ്റിയിരുത്തുന്നത്. പക്ഷേ ഇതുമായിട്ട് വരണ്ടേ,
പക്ഷെ വന്നു കഴിഞ്ഞപ്പോൾ കഴുത എന്തോ ഒരു കാര്യം മഞ്ജു കുറേ ദൂരെ പോയിട്ട് പിന്നെ ഇങ്ങനെ കഴുത വരുന്ന ഷോട്ടാണ് വരാനായിട്ട് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ മഞ്ജു കഴുതയോട് എന്തോ സംസാരിക്കുന്നത് കേട്ടു. കൂടെ ഒരു പയ്യനും ഉണ്ട്. ആ പയ്യനെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ തമിഴനാണ്, തെലുങ്കൻ ക്യാരക്ടറായിട്ടാണ്. മഞ്ജു എന്താണ് പറഞ്ഞതെന്ന് നമുക്കാർക്കും മനസ്സിലായിട്ടില്ല. അപ്പോൾ ജയറാം കൂടെ നിന്നിട്ട് അതിന് ലിപ്പ് വെച്ചിട്ട് മിമിക് ചെയ്യാണ് മഞ്ജു പറയുന്ന കാര്യങ്ങൾ. കഴിഞ്ഞ ജന്മത്തിൽ ഇവർ പ്രേമമായിരുന്നു, ആ പ്രേമം ഓർമ്മിപ്പിച്ചായിരിക്കും എന്ന് പറഞ്ഞിട്ട് ആ കഴിഞ്ഞ ജന്മത്തിലൊരു പാട്ടുണ്ട്, ആ പാട്ടാണ് ഇപ്പോൾ മഞ്ജു പാടിയത്. അപ്പോൾ എന്ന് വെച്ചാൽ ആ ഒരു പാട്ട് പാടിയിട്ടാണ് വരേണ്ടത്. സുവൻ ആരോ എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു തെലുങ്ക് വരികളുണ്ടല്ലോ, അത് പാടിയിട്ടാണ് ഇത് വരേണ്ടത്. മഞ്ജുവിനോട് അത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. മഞ്ജു അതാണ് ശരിക്കും പറഞ്ഞെങ്കിൽ അത് ബൈഹാർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഇത് കഴുതനെ നോക്കിയതായതുകൊണ്ട് ജയറാം അതിന് ലിപ്പായിട്ട് ഏതോ ഒരു തെലുങ്ക് പാട്ടൊക്കെ പാടിയിട്ട് ഇങ്ങനെ കുറേ തമാശകളുണ്ടായിരുന്നു. പക്ഷേ അത് കറക്റ്റായിട്ട് ഈ കഴുത പിന്നെ അനുസരിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ചിലർ നമ്മൾ ഷൂട്ടിങ്ങിന് മനുഷ്യൻ മാത്രമല്ല മൃഗങ്ങളൊക്കെ തന്നെ നമ്മളോട് സഹകരിക്കും എന്നുള്ളൊരു സംഭവം കൂടി ആ സിനിമയായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഓരോ സിനിമകളും നമുക്ക് ഒരുപാട് ഓർമ്മകൾ സമ്മാനിക്കും. അത് രസകരമായ ഓർമ്മകളായിരിക്കും, അതല്ലെങ്കിൽ എന്നും നമ്മൾ വീണ്ടും വീണ്ടും പിന്നെയും സംസാരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ഓർമ്മകളുണ്ടാവും. ഒരുപാട് മനുഷ്യരെ, ഒരുപാട് സഹപ്രവർത്തകർ, അവരെയൊക്കെ നമ്മൾ കണ്ടുമുട്ടുന്നത്, അവരുമായിട്ട് സൗഹൃദം പുതുക്കുന്നത് ഒക്കെ തന്നെ ഓരോ സിനിമയുടെ ലൊക്കേഷനിൽ വെച്ചിട്ടാണ്. ചിലരെ നമ്മൾ ആ സിനിമ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് കാണാതെ പോയിട്ടുണ്ട്, പിന്നെ ഒരിക്കലും കാണുന്നില്ല. പിന്നെ എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ട് എവിടെയെങ്കിലുമൊക്കെ വെച്ച് കഴിയുമ്പോൾ ആ സെറ്റിലുണ്ടായിരുന്ന, പ്രത്യേകിച്ചും നമ്മൾ ഈ യൂണിറ്റ് ബോയ്സൊക്കെ ഉണ്ട്. എനിക്ക് എപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം വെച്ചാൽ ഒരു പടം കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ ഈ യൂണിറ്റ് ബോയ്സിനെയൊക്കെ ചിലപ്പോൾ അവരുടെ മുഖമൊക്കെ മറന്നു പോകും. പിന്നെ അവർ വേറെ ഏതെങ്കിലുമൊക്കെ പടം നടക്കുമ്പോഴാണ് എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഞാൻ മറ്റേ പടത്തിലുണ്ടായിരുന്നു, കൃഷ്ണകുടിയിലുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ കാര്യങ്ങൾ പറയും. അന്നത്തെ അനുഭവങ്ങൾ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് ചിലപ്പോൾ ഈ യൂണിറ്റിൽ അല്ലെങ്കിൽ മറ്റ് കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരായിരിക്കും. അങ്ങനെ നമ്മൾ ഓരോ സിനിമയിലൂടെയും കടന്നു പോകുമ്പോൾ കണ്ടുമുട്ടുന്ന മനുഷ്യർ, കൂടെ പ്രവർത്തിച്ച മനുഷ്യർ, നമുക്ക് നഷ്ടപ്പെട്ടവർ, ഒരുപാട് സഹപ്രവർത്തകരെ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് കലാകാരന്മാരെ നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അതൊക്കെ തന്നെ ഓർക്കുന്ന അവസരങ്ങളാണ് ഇങ്ങനെ ഓരോ സിനിമയുടെ കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ. അങ്ങനെ ഓർക്കുമ്പോഴും എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട ഒരുപാട് പേര് നഷ്ടപ്പെട്ട ആൾക്കാരുണ്ട്. അവരെയൊക്കെ തന്നെ ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്, ഈ സിനിമയായിട്ടും ബന്ധപ്പെട്ട്, ഓരോ സിനിമയായിട്ടും ബന്ധപ്പെട്ടിട്ട്.